സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂനിയർ ബോയ്സ് ഹേർഡിൽസിൽ പാലക്കാടിന് സ്വർണം. അഭയ് ശിവത് സ്വർണം നേടി. ഗീസ് പീറ്റർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഗീസ് വിവരങ്ങൾ. പ്രവൃത്തി സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ഹഡിൽസിൽ സ്വർണം നേടിയിരിക്കുകയാണ്. ജൂനിയർ ബോയ്സ് വിഭാഗത്തിലാണ് പാലക്കാടിന്റെ കുതിപ്പ്. പാലക്കാട് സ്വർണം നേടിയിരിക്കുന്നത്. പാലക്കാടിന്റെ അഭയ് ശിവതാണ് സ്വർണം നേടിയത്. 14.55 സെക്കൻഡോടുകൂടിയാണ് അഭിനവിന്റെ ഈ സുവർണ്ണ നേട്ടം. വെള്ളിയും വെങ്കലവും മലപ്പുറത്തിനാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്ലറ്റിക്സിൽ മലപ്പുറത്തിന്റെ ഒരു കുതിപ്പ് അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിൽ ഇപ്പോൾ സ്വർണ്ണമില്ല എങ്കിൽ പോലും വെള്ളിയും മെഡലും നേടി മലപ്പുറം അങ്ങനെ നീങ്ങുകയാണ്. തൊട്ടു പിന്നിൽ 30 പോയിന്റ് വ്യത്യാസവുമായി പാലക്കാടാണുള്ളത്. എന്തായാലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ള മത്സരം വളരെ നിർണായകമാണ്. കാരണം നാളെ നടക്കുന്ന 30 ഫൈനലുകളോളം നാളെ നടക്കുന്നുണ്ട്. അതിലൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല എങ്കിൽ ഒരുപക്ഷെ പാലക്കാടൻ കോട്ടകൾ തകരാനുള്ള എല്ലാ സാധ്യതകളും നിലവിൽ കാണുന്നുണ്ട്. അത്രയേറെ വെല്ലുവിളികളാണ് മലപ്പുറം താരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം മലപ്പുറത്തെ സ്കൂൾ നോക്കുകയാണെങ്കിൽ ഐഡിയൽ കടകശ്ശേരി 2ാം സ്ഥാനത്താണ് ഉള്ളത്. 33 പോയിന്റുമായി 2ാം സ്ഥാനത്താണുള്ളത്. 1ാം സ്ഥാനത്ത് ഉള്ളത് നമ്മുടെ കോതമംഗലം മാർബേസിലാണ്, എറണാകുളത്തിന്റെ മാർബേസിലാണ്. അതേസമയം ജില്ലകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മാർബേസിൽ എറണാകുളം ജില്ല 3ാം സ്ഥാനത്താണുള്ളത്. ആദ്യം 1ാം സ്ഥാനത്തുള്ളത് മലപ്പുറവും, തൊട്ട് പിന്നിൽ പാലക്കാട്, അതിന് പിന്നാലെയാണ് എറണാകുളം ഉള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ അനിൽ ചേരുന്നുണ്ട്. അനിൽ, ഈ മത്സരങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? പറഞ്ഞതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ കുതിപ്പ് തന്നെയാണ് കാണുന്നത്. ഇതുവരെ 38 ഇനങ്ങൾ അത്ലറ്റിക്സിൽ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മലപ്പുറം 10 സ്വർണം ഉൾപ്പെടെ 82 പോയിന്റുമായി ബഹുദൂരം മുന്നിലാണ്. ചരിത്രത്തിൽ ആദ്യമായി മലപ്പുറത്തേക്ക് അത്ലറ്റിക്സിൻ്റെ കിരീടം പോകുമോ എന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പാലക്കാട് കഴിഞ്ഞ ഹാട്രിക് കിരീടം നേടിയിട്ടുള്ള പാലക്കാട് 7 സ്വർണം ഉൾപ്പെടെ നിലവിൽ 58 പോയിന്റ് മാത്രമാണുള്ളത്. എറണാകുളത്താണ് 4ാം സ്ഥാനത്ത്, അവർക്കുള്ളത് 40 പോയിന്റ്. സ്കൂളുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത്ലറ്റിക്സിൽ മാർബേസിൽ മുൻ ചാമ്പ്യന്മാർ 33 പോയിന്റുമായി 1ാം സ്ഥാനത്ത് തുടരുകയാണ്. അനിൽ വാസുദേവുമാണ് വിവരങ്ങൾ നൽകിയത്.